നമസ്കാരം. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തിരുമാറാടി CPM ലോക്കൽ കമ്മിറ്റി അംഗം മണ്ണത്തൂർ കാക്കയാനിക്കൽ ആശാരാജുവിന്റെ ആരോപണങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. വർഷങ്ങളായി പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടും സ്ത്രീ എന്ന നിലയിൽ തനിക്ക് അവഗണന നേരിടേണ്ടി വന്നതായി ചൂണ്ടിക്കാണിച്ചുള്ള ആശാരാജുവിന്റെ ശബ്ദ സന്ദേശം വൈറലായി. CPM പ്രാദേശിക നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയ്ക്കിടയിലാണ് ആശാരാജുവിന്റെ മരണം. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിൽ CPM കൗൺസിലർ കലാരാജു പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതിനിടയിലാണ് തിരുമാറാടിയിൽ നിന്ന് ആരോപണമുയരുന്നതും. പല ടേമുകളിൽ LDF ഭരിച്ചിട്ടും CPMന്റെ പോഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന തനിക്ക് മാത്രം നീതി കിട്ടിയില്ലെന്ന് 20 മിനിറ്റോളം ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. മാനസികമായി തകർക്കുന്ന സമീപനമാണ് ഉണ്ടായത്. വീട്ടിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡില്ല, ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കി, വഴിയില്ലാത്തത് മൂലം മകൻ നിഷുവിനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനായില്ല, വൈകിയതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് വീടിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ ആശാരാജുവിനെ അവശനിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. മൃതദേഹം തിരുമാറാടി ടാഗോർ ഓഡിറ്റോറിയത്തിലും വസതിയിലും പൊതുദർശനത്തിന് ശേഷം മൂവാറ്റുപുഴ ശ്മശാനത്തിൽ സംസ്കരിച്ചു. പാർട്ടി പ്രാദേശിക നേതൃത്വം തന്നോട് കാണിച്ച അനീതിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തി വിശദീകരിക്കുമെന്ന് ആശാരാജു പറയുന്നതായുള്ള ശബ്ദ സന്ദേശം വിവാദമായിട്ടുണ്ട്. തന്റെ ജീവൻ തന്നെ അപഹരിക്കപ്പെട്ടേക്കാമെന്നും ഇവർ സന്ദേശത്തിൽ പറയുന്നുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ബോധപൂർവം ഉപദ്രവിക്കുന്നുവെന്നും കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുവെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. തന്റെ വീടിന്റെ പരിസരത്ത് വഴി നിർമ്മിക്കുന്ന കാര്യത്തിൽ CPM ഭരിക്കുന്ന പഞ്ചായത്ത് സമിതി ബോധപൂർവം ഉപേക്ഷ പുലർത്തുന്നതായും 10 വർഷമായി പാർട്ടി തന്നോട് അനീതി പ്രവർത്തിക്കുന്നതാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇനി ഒരു വനിതയ്ക്കും ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്നും പറയുന്നു. തിരുമാറാടി കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, NREG വർക്കേഴ്സ് യൂണിയൻ, കർഷക സംഘം എന്നിവയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. മകന്റെ മരണവും മാനസികമായി തളർത്തി. ഏതാനും വർഷം മുമ്പ് തന്റെ മകൻ ഹൃദ്രോഗബാധിതനായി കുഴഞ്ഞു വീണപ്പോൾ വഴിയില്ലാത്തതിനാൽ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല. അതിനാലാണ് മരണം സംഭവിച്ചത്. തനിക്കും ഇതേ അനുഭവം ഉണ്ടായേക്കാമെന്നും സന്ദേശത്തിലുണ്ട്. അതിനിടെ ആശാരാജുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. ആശാരാജുവിന്റേതെന്ന് കരുതുന്ന ശബ്ദരേഖയിൽ തിരുമാറാടിയിലെ CPM നേതാക്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെന്നും പാർട്ടി നേതാക്കൾ ഇടപെട്ട് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആക്ഷേപമുണ്ടെന്നും ഷിയാസ് ആരോപിച്ചു. പ്രതികരിക്കാൻ CPM പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ല.